അസ്സലാമു അലൈക്കും. 2023 തജ്വീദുൽ ലിസാനുൽ ഖുർആൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേർത്തെഴുതാം. അതിൽ ഓപ്ഷൻസ് കൊടുത്തത് ആയത്തുൽ കുർസി, ഖുർആൻ, ഹംസത്തുൽ വസ്ൽ, ഹാ ഉസ് സക്ത, ഹംസത്തുൽ ഖത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒരു പ്രദേശത്ത് മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. എന്താണ് അതിൻ്റെ ഉത്തരം? ഖുർആൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളിൽ പെട്ടതാണ് ആയത്തുൽ കുർസി. മൂന്നാമത്തത്, മാലിയ എന്നതിലെ ഹാ, അത് ഹാ ഉസ് സക്തയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇബ്നു മറിയം എന്നതിൽ ഹംസ, ഇബ്നു മറിയം എന്നതിലെ ഹംസ, അത് ഹംസത്തുൽ വസ്ലാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അഖീമു എന്നതിലെ ഹംസ, അഖീമു ഇതിലെ ഹംസ ഹംസത്തുൽ ഖത്ത് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരി അടയാളപ്പെടുത്താം. അതിൽ ഒന്നാമത്തത്, വഖഫിൽ അവസാന ഹർഫിന് നൽകേണ്ടത്. അത് 3 ഓപ്ഷനാണ്: സുക്കൂന്, ഫതഹ്, ലൊമ്മ്. അപ്പം എന്താണ് അതിൻ്റെ ആൻസർ? വഖഫിലെ അവസാനത്തെ ഹർഫിന് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ, വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉത്തരം സുക്കൂന്. 2, ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ, ഇസ്തിഅ്ലാ. മൂന്നാമത്തത്, സ്വാദിൻ്റെ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞു നോക്കുക, സ്വാദ്. അപ്പോൾ അതേ മഖ്റജിൽ വരുന്നത് ഏതാ? വാവാണോ, ഖാഫാണോ, സീനാണോ? ആൻസർ സീന്. 4, ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് പിന്നെ വ്യക്തമാക്കാന്നുള്ളതിലൊക്കെ വരുന്നുണ്ട്. ആൻസർ സക്ത. സക്ത എന്നാൽ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കുക. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫത്തഹിൻ്റെയും കെസറിൻ്റെയും ഇടയിലായി അകാരസ്വരത്തിൽ ഉച്ചരിക്കൽ. എന്താണ്? ഇമാലത്ത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പൂർത്തിയാക്കാം. വ ഇദാ ഖുരിഅ ഡാഷ് ഫസ്തമിഉ ലഹു വ അൻസിതു ഡാഷ് തുർഹമൂൻ. എന്താണ് അതിൻ്റെ ഉത്തരം? വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു ലഅല്ലക്കും തുർഹമൂൻ. അവിടെ ഫസ്റ്റത്തെ ഡാഷിൽ അൽ ഖുർആൻ, രണ്ടാമത്തെ ഡാഷിൽ ലഅല്ലക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കലാമുൻ ഖദീമുൻ ഡാഷ് സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ ഡാഷ് വനിയത്തി. അപ്പോൾ ആൻസർ എന്താ? കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഇലിൻ വനിയത്തി. ഇനി നാലാമത്തത്, നിശ്ചിത സ്ഥാനത്ത് എഴുതാം. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അൽ ആഷിയ, ഖാഫുല്ലാമ്, ലഹു, ജീമ്, ഹിസാബിയ, സ്വാദുല്ലാമ്. ഫസ്റ്റത്തത് അൽ വഖഫുൽ ഔല. ഇത് 2 പഠിക്കാൻ ഏറ്റവും എളുപ്പം. വഖഫിലെ ഖാഫും ഔലാലെ ലാമും. അപ്പം ഖാഫുൽ ലാമ്, വഖഫുൽ ഔല. അടുത്തത് വഖഫുൽ ജായിസ്, ജായിദിലെ ജീമ്. അപ്പം അതിൻ്റെ ആൻസർ ജീമ്. വഖഫുൽ ഔലാലെ ഖാഫും ലാമും, വഖഫുൽ ജായിസിൽ ജീമ്. അതേപോലെ അൽ വസുലുൽ ഔല, അപ്പം സ്വാദ്. വഖഫിലെ ഖാഫ് എടുത്തു, അപ്പോൾ ഇവിടെ വസുലിൽ സ്വാദും ഔല ലാമും, സ്വാദുൽ ലാമ്. പിന്നെ ഹാ ഉസ് സക്ത ഹിസാബിയ. പിന്നെ മാ ഉത്ത് അനീസ് ആഷിയ. അടുത്തത് ഹാ ഉ വമീർ ലഹു. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തമാക്കാം. അശറത്തുൽ ഖുറായിൽ മദീനക്കാരായ കാര്യങ്ങൾ. അഷറത്തുൽ ഖുറായിൽ മദീനക്കാരായ കാര്യങ്ങൾ. അപ്പോൾ മദീനക്കാരാവുമ്പം അവരുടെ പേരിൻ്റെ ലാസ്റ്റിൽ മദനി എന്നുണ്ടാവും. അപ്പോൾ എന്തൊക്കെ ആൻസർ? നാഫിയുൽ മദനിയും
അബൂ ജഅഫറുൽ മദനിയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്ത 4 പട്ടണം ഏതൊക്കെയാണ്? 4 പട്ടണങ്ങൾ എന്നാണ് ചോദിച്ചത്. ഉത്തരം കൂഫ, ബസ്വറ, ഷാം, മക്ക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തത്, നൂസിലു ബിമാ യുനാസിബു. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് യഖ്റഉ ത്വാലിബാത്തിൻ റസ്മിയത്തൻ തഖ്നുതു തുയൂരിൻ. അപ്പോൾ ഫസ്റ്റ് നോക്കുക, ഫി ബൈത്തി അർബഉ. ഫി ബൈത്തി എൻ്റെ വീട്ടിൽ, അർബഉ ഇവിടെ 2 സ്ഥലത്തും നമ്പറാണ് കൊടുത്തത്. അപ്പം അർബഉ എന്ന് പറയുമ്പം ലാസ്റ്റ് താ ഇല്ല, അപ്പം ആൻസറിൽ ലാസ്റ്റ് താ വരും. അതേപോലെ സമാനിയത്ത് എന്നുള്ളടത്ത് താ ഉണ്ട്, അപ്പം ആൻസറിൽ താ വരൂല. അങ്ങനെ എളുപ്പമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റത്തത് ഫി ബൈത്തി അർബഉ ത്വാലിബാത്തുൻ. അടുത്തത് റഅയ്തു ഞാൻ കണ്ടു സമാനിയത്ത 8. എന്ത് 8 എണ്ണം കണ്ടു? താ അവിടെ ഉണ്ട്, അപ്പം ആൻസറിൽ താ വരാൻ പാടില്ല. തുയൂരിൻ. അടുത്തത് കാനത്തിൽ ഉമ്മയായിരുന്നു എന്ത്? തഖ്നുതു കുനൂത്തോതുകയായിരുന്നു. അടുത്തത് നാലാമത്തത് ഇന്ന അബി. ഇന്ന അബി എൻ്റെ ഉപ്പ, തീർച്ചയായും എൻ്റെ ഉപ്പ യഖ്റഉ. അടുത്തത് യൽബസു നൗഫലുൻ ബിസിലത്തുൻ. യൽബസു നൗഫൽ, നൗഫൽ ധരിച്ചു, ബിസിലത്തുൻ റസ്മിയ യൂണിഫോം. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നുമയ്യിസു സ്വഹീഹ ബിഹാദിഹി. ശരിക്ക് നേരെ ശരിയിടാൻ. യഖില ഉമർ മിനൻ നൗമി. ഉമർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. നായിമൻ മുബക്കിറൻ മുസ്വല്ലിയൻ. എന്താണ് ആൻസർ? മുബക്കിറൻ, അതിരാവിലെ എഴുന്നേറ്റു. അടുത്തതോ അതഅല്ലമു. അതഅല്ലമു എന്നുള്ളത് മാലിയാണോ മുലാരിയാണോ ജാമിദാണോ? അപ്പം തഅല്ലമ സർഫാക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ആൻസർ മുലാരി. അടുത്തതോ തവസ്സക, മിസ്വാക്ക് ചെയ്തു. സൈനബ്, ആയിഷ, ഹാമിദ്. അപ്പോൾ ആൻസറിൽ നോക്കുക, സൈനബും ആയിഷയും പെണ്ണാണ്, ഹാമിദ് ആണാണ്. അപ്പോൾ 2 പെണ്ണ് വരുമ്പം ആൻസർ ഇതാവില്ല നമുക്ക് ഉറപ്പിക്കുക. അപ്പം ആൻസർ ഹാമിദാണ്. തവസ്സക്ക എന്ന് പറഞ്ഞാൽ പുരുഷൻ മിസ്വാക്ക് ചെയ്യുന്നതിനാണ്. കാരണം തവസ്സക്കത്ത് വരുമ്പോഴാണ് പെണ്ണാവുക. തവസ്സക്ക ഹാമിദുൻ. സെയ്ദും അനീസുൻ. സെയ്ദും അനീസും 2 ആൺകുട്ടികളാണ് പറയുന്നത്. അപ്പം താ വരൂല, ആൺകുട്ടികളല്ലേ. യൽ അബാനി കളിക്കുന്നു. അടുത്തതോ ഷഅൽന എന്നുള്ളത് മാലിയാണോ മുലാരിയാണോ നാഖിസാണോ? ഷാൽന, ഷാൽന, ഷാൽനു അങ്ങനെ പറയുമ്പം അത് മാലിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നുഅരിബു അറബിയാക്കാം. ഞാൻ പല്ലുകൾ വൃത്തിയാക്കി. എന്താണ്? നല്ലഫ്തുൽ അസ്നാന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവർ ഇരുവരും 6 സൗറിൽ 3 ദിവസം താമസിച്ചു. അപ്പോൾ ഫസ്റ്റ് താമസിച്ചു വരണം. മക്കസ ഫി 6 സൗർ സലാസത്തു അയ്യാമിൻ. മക്കസ ഫി 6 സൗർ സലാസത്തു അയ്യാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആയിഷ അവളുടെ ബാഗ് എടുത്തോ? ചോദ്യമാണ് അല്ലേ, ബാഗ് എടുത്തോ. അപ്പം ഹൽ അഹദ്ത എടുത്തോ. ആയിഷ. ഹഖീബത്തു ഹാ, അവളുടെ എന്ന് പറയുമ്പം ഹാ കൂട്ടണം. ഹഖീബത്ത് ബാഗ്. അപ്പോൾ ഇങ്ങനെ ഹൽ അഹദത്ത് ആയിഷ ഹഖീബത്തു ഹാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഇന്നലെ 1 ജുസ് ഓതി. അപ്പോൾ ഓതി എന്നുള്ളതിനെ ഖറഅത്തു. അംസി ഇന്നലെ, ജുസ് അൻ 1 ജുസ്. ഖറഅത്തു അംസി ജുസ് അൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. അപ്പം എൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഫീ സൊഫി അഷറു തുല്ലാബിൻ. ഫീ സൊഫി അഷറു തുല്ലാബിൻ. ഇനി നക്തുബുൽ മാന, അവസാനത്തെ ക്വസ്റ്റ്യൻ. അർത്ഥം എഴുതാം. ശരിക്കത്ത്. ശരിക്കത്ത് എന്ന് പറഞ്ഞാൽ കമ്പനി.
തന്നൂറ എന്ന് പറഞ്ഞാൽ പാവാട. ഫുർഷാത്ത് ബ്രഷ്. ദുവാമ പമ്പരം. ബാഹത്ത് മുറ്റം. തജ്വീദിൻ്റെ ലിസാൻ്റെ ബാക്കിലുള്ള അർത്ഥം നോക്കിയിട്ട് വേണം പോവാൻ, പരീക്ഷ എഴുതാൻ. എല്ലാവർക്കും നല്ല വിജയം തന്നെ ഉണ്ടാവട്ടെ. ആമീൻ.